ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വീണ്ടും കനത്ത നഷ്ടം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. റഡാറുകൾക്ക് പോലും കണ്ടെത്താനാകില്ല എന്ന് വീമ്പ് പറഞ്ഞിരുന്ന അമേരിക്കയുടെ ഒരു ഒളിപ്പോർ വിമാനം കൂടി വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം F-35 വിമാനം വെടിവെച്ചിട്ടതുപോലെ വീണ്ടും ഒരു F-35 വിമാനം കൂടി വെടിവെച്ചിട്ടതായാണ് ഇറാന്റെ അവകാശവാദം. നൂതന പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് യുഎസിന്റെ ഏറ്റവും കരുത്തനെന്ന് വിളിക്കുന്ന 5ാം തലമുറ ഒളിപ്പോർ വിമാനമായ F-35 തകർത്തത് എന്നാണ് ഇറാൻ നാവികസേനയായ IRGCയുടെ അവകാശവാദം. റഡാറുകൾക്ക് പോലും കണ്ടെത്താനാകാത്ത F-35 എങ്ങനെ ഇറാൻ തകർത്തു എന്നത് അജ്ഞാതമായി തന്നെ തുടരുന്നു. 2 ആഴ്ചയ്ക്കിടെ രണ്ടാമത്തെ F-35 വിമാനമാണ് ഇറാൻ തകർക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടവും ക്ഷീണവും ചെറുതല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവനയ്ക്കും US സെൻട്രൽ കമാൻഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. 2 ആഴ്ച മുൻപും ഒരു F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. അന്ന് F-35 വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് പെട്ടെന്ന് നിലത്തിറക്കി എന്ന വിശദീകരണമാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ US സെൻകോം നൽകിയിരുന്നത്. അത്രത്തോളം സുരക്ഷാ കവചങ്ങളുള്ള അത്യാധുനികമായ F-35 എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത് ഇപ്പോഴും അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇറാന്റെ ആകാശത്ത് അതിക്രമിച്ചു കടന്ന F-35 ആകാശത്ത് വെച്ച് തന്നെ തകർത്തു എന്നാണ് ഇറാന്റെ അവകാശവാദം. മധ്യ ഇറാനിൽ വെച്ചാണ് വിമാനം വെടിവെച്ചിട്ടത് എന്നും പൈലറ്റ് ജീവനോടെ ശേഷിക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ല എന്നും ഇറാന്റെ ഖതം അൽ അൻബിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധം ലക്ഷ്യമിട്ടായിരുന്നു F-35 ലൈറ്റനിങ് 2 എത്തിയത് എന്നും ഇറാൻ പറയുന്നുണ്ട്. ഇറാന്റെ നൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വിമാനം പൊട്ടിത്തെറിച്ചുവെന്നും പൈലറ്റും കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യതയെന്നും ഇറാനിയൻ സേനാ വിഭാഗമായ IRGC അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ അവകാശവാദം ശരിയാണ് എങ്കിൽ 2 ആഴ്ചയ്ക്കിടെ രണ്ടാമത്തെ F-35 സ്റ്റെൽത്ത് വിമാനമാണ് തകർക്കപ്പെടുന്നത്. ഇറാനെ സൈനികമായി പൂർണ്ണമായും തകർത്തു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും F-35 തകർക്കപ്പെടുന്നു എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് അമ്പരപ്പുണ്ടാക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഇറാൻ ഇസ്രയേലിൽ മിസൈൽ വർഷവും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം നടത്തുന്നു. അങ്ങനെ ഇറാൻ ആക്രമണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുന്ന സംഭവ വികാസങ്ങളാണ്. ഇറാന്റെ അവകാശവാദം ശരിയാണ് എങ്കിൽ അമേരിക്കയ്ക്ക് ഇറാൻ യുദ്ധത്തിൽ ഏൽക്കേണ്ടി വരുന്ന ഏറ്റവും കനത്ത തിരിച്ചടിയായിരിക്കും ഇതെന്ന് ഉറപ്പാണ്. മാർച്ച് 21-ന് സമാനമായ രീതിയിൽ F-35 വിമാനം ഇറാൻ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടിരുന്നു. ഇക്കാര്യം വീഡിയോ സഹിതം ഇറാൻ പങ്കുവച്ചിരുന്നുവെങ്കിലും അതിനോടും US പ്രതികരിച്ചിരുന്നില്ല. അന്നത്തെ സംഭവത്തിൽ സാങ്കേതിക തകരാറ് മൂലം വിമാനം അടിയന്തരമായി ഇറക്കുകയായിരുന്നുവെന്നായിരുന്നു അമേരിക്ക നൽകിയ വിശദീകരണം. അതിനിടെ 12 മണിക്കൂറിനുള്ളിൽ 2 US യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടുവെങ്കിലും അതേക്കുറിച്ചും US സെൻട്രൽ കമാൻഡ് മൗനം പാലിച്ചു. പക്ഷേ അപ്പോഴും എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി F-35 വിമാനം തകർക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഏതാണ് ആ സംവിധാനം എന്ന കാര്യം ഇറാൻ പറഞ്ഞിട്ടില്ല. സാധാരണ റഡാറുകൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത F-35 വിമാനങ്ങളെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾക്കും ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾക്കും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതല്ലെങ്കിൽ F-35 വിമാനം പറക്കുമ്പോഴുണ്ടാകുന്ന താപത്തിന്റെ ഉറവിടം കണ്ടെത്തി അവിടേക്ക് നിലത്തു നിന്ന് തൊടുക്കുന്ന SA-67 എന്ന വിമാനവേധ മിസൈലായിരിക്കാം ഇറാൻ പ്രയോഗിച്ചിരിക്കുക എന്നും മുൻപ് F-35 തകർക്കപ്പെട്ട സമയത്ത് തന്നെ പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ഇക്കാര്യങ്ങളൊന്നും ഇറാനും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന ട്രംപിന്റെ അവകാശവാദം പൊള്ളയാണ് എന്ന് തെളിവുകൾ സഹിതം പുറത്തുവരികയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ് 5 ആഴ്ച തുടർച്ചയായി ആക്രമിച്ചിട്ടും ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായി തകർക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോഴും ആയിരക്കണക്കിന് ഡ്രോണുകളും ഒട്ടേറെ മിസൈൽ ലോഞ്ചറുകളും സുരക്ഷിതമാണ്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വാർത്താ സമ്മേളനം നടത്തി ഇറാനെ നിർവീര്യമാക്കി എന്ന് അവകാശപ്പെടുന്ന സമയത്ത് തന്നെ ഇസ്രയേലിൽ അടക്കം മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി വർഷിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയും ടെൽ അവീവിൽ അതിമാരക മിസൈൽ ആക്രമണം നടന്നു. കെട്ടിടവും റെയിൽവേ സ്റ്റേഷനും അടക്കം തകർന്നിട്ടുമുണ്ട്. ടെൽ അവീവിലെ സവിദോർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് മിസൈൽ പതിച്ചത് എന്ന് ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഒരാൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ടെൽ അവീവിലെ 9 ഇടങ്ങളിൽ പതിച്ചുവെന്നാണ് റിപ്പോർട്ട്.
അപ്പർ ഗലീലിയ, ടെൽഹായ്, തെറ്റുല, മൽക്കിയ, കിദ്യത്ത്, ഷോമന എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം വ്യോമാക്രമണത്തിലൂടെ അമേരിക്ക തകർത്തതിന്റെ ദൃശ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുറത്തുവിട്ടിരുന്നു. ഇങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും യുദ്ധം മുറുകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി നാമമാത്രമായി ചുരുങ്ങിയെന്നായിരുന്നു ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദം. പക്ഷേ എന്താണ് വസ്തുത? ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ 50% ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്ന് US രഹസ്യാന്വേഷണ വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൂഗർഭ അറകളിലുള്ള ലോഞ്ചറുകൾ സഹിതമാണ് ഇത്. അതോടൊപ്പം വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ കൈവശം ശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇറാനല്ല, US രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഈ കാമിക്കാസെ ഡ്രോണുകളിൽ പകുതിയും യുദ്ധം തുടങ്ങി ഇത്രയായിട്ടും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കണക്ക്. കടലിലൂടെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ക്രൂസ് മിസൈലുകൾ ഇപ്പോഴും പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല. ഹോർമുസിലെ കപ്പൽ ഗതാഗതത്തിനടക്കം ഈ ക്രൂസ് മിസൈലുകൾ ഭീഷണിയാണ്. ഈ കണക്കുകൾ US രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിടുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്നെ അവകാശവാദവും വിശ്വാസ്യതയുമാണ്. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പെന്റഗൺ. ഇറാന്റെ മിസൈൽ ശേഷിയുടെ കാര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതേ അഭിപ്രായമാണ് പെന്റഗണിനുമുള്ളത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ചൂണ്ടിക്കാണിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ 90% കുറവുണ്ടായിട്ടുണ്ട് എന്നാണ്. ഇസ്രായേലിൻ നിഗമനത്തിൽ ഇറാനിൽ ഇനി വെറും 20 മുതൽ 25% വരെ മിസൈൽ ലോഞ്ചറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട മറ്റൊരു കാര്യം, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം എന്ന അവകാശവാദത്തോടെ ഇറാൻ തങ്ങളുടെ രഹസ്യ ആയുധങ്ങളുടെ കലവറയുടെ വീഡിയോ ഏതാനും ദിവസം മുൻപ് പുറത്തുവിട്ടതാണ്. എത്രയൊക്കെ തകർത്തു എന്ന് പറഞ്ഞാലും ഇറാന്റെ ഭൂഗർഭ പ്രതിരോധ ശൃംഖലകളെ തകർക്കുക അത്ര എളുപ്പമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇറാൻ പതിറ്റാണ്ടുകളായി പടുത്തുയർത്തിയ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ അമേരിക്കൻ വ്യോമാക്രമണത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഈ തുരങ്ക കവാടങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും മൊബൈൽ ലോഞ്ചറുകൾ വേഗത്തിൽ ഒളിപ്പിക്കാൻ ഇറാന്റെ സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. യമനിലെ ഹൂത്തികളെ ആക്രമിച്ച സമയം അമേരിക്ക നേരിട്ട അതേ വെല്ലുവിളിയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. അതിനർത്ഥം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ വധിക്കാൻ സാധിച്ചുവെങ്കിലും ഇറാന്റെ സൈനിക യന്ത്രം ഇപ്പോഴും പൂർണ്ണമായി നിശ്ചലമായിട്ടില്ല എന്നാണ്. 2 ആഴ്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ഇറാന്റെ ഭൂഗർഭ ആയുധശേഖരം വരും ദിവസങ്ങളിൽ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ബാക്കിയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇസ്രായേലും തന്റെ ഉത്തരവുകൾ അനുസരിക്കുമെന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേൽ തന്റെ ഉത്തരവുകൾ അനുസരിക്കുകയും വെടിനിർത്തുകയും ചെയ്യുമെന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ പ്രകോപനം ഉണ്ടാക്കുകയാണ് എങ്കിൽ അവർ യുദ്ധം നിർത്തില്ല എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. അതേസമയം 2 ആഴ്ചക്കകം യുദ്ധം അവസാനിക്കുമെന്ന ട്രംപിന്റെ നിലപാടിനോട് ഇസ്രായേലിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹുവുമായി കൂടിയാലോചിച്ച ശേഷമേ യുദ്ധം നിർത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കൂ എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ നിലപാട് മാറ്റിയതിന് പ്രധാന കാരണം യുദ്ധം ട്രംപിന്റെ ജനപ്രീതി കുറച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാകാത്തതിനാൽ ഏത് രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നുമുള്ള ചർച്ചയിലാണ് ട്രംപും ഉപദേഷ്ടാക്കളും എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ പിന്തുണയില്ലാതെ കാര്യമായ നീക്കങ്ങൾ നെതന്യാഹു നടത്താൻ സാധ്യതയില്ല എന്നും വിലയിരുത്തലുണ്ട്. അതേസമയം ഇന്ത്യക്ക് കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും നൽകി ഇന്ത്യയുമായുള്ള വ്യാപാര ഊർജ്ജ ബന്ധങ്ങൾ ശക്തമാക്കാൻ റഷ്യ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്ദ്രോവ് വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുമുണ്ട്. ഊർജം, രാസവളം, വ്യാപാരം, കണക്ടിവിറ്റി തുടങ്ങിയ നിർണായക മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് വിവരം. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ കുറഞ്ഞ വിലയ്ക്ക് ഇനിയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭിച്ചേക്കും. എന്നാൽ ട്രംപ് ഇടങ്കോലിട്ടാൽ ഇന്ത്യ വീണ്ടും തീരുമാനം ട്രംപിന് അടിയറ വയ്ക്കുമോ എന്നാണ് അറിയേണ്ടത്.